Friends, welcome back to SPC Chem Tutor. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇനോർഗാനിക് പോർഷനിലുള്ള ലാന്തനൈഡ്സ് ആക്ടിനൈഡ്സ് എന്ന ടോപ്പിക്കും ആ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ചില കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഒരുപാട് ഇനോർഗാനിക്കിലുള്ള ഒരുപാട് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി ഒന്ന് രണ്ട് ടോപ്പിക്കും കൂടി ഡിസ്കസ് ചെയ്യാൻ നമുക്ക് ഇനോർഗാനിക് പോർഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. സോ നമുക്കിനി കുറച്ച് പോയിൻറ്റ്സും അതിൻ്റെ എന്തും നോക്കാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുകയാണ്. വാട്ട് ഈസ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്, ലാന്തനൈഡ്സിനും ലാന്തനൈഡ് എലമെൻസിനെ കുറിച്ചൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ഇതാണ് ലാന്തനൈഡ് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് അറ്റോമിക് നമ്പർ 57 ലന്താനം, 58 സീറിയം, 59 പ്രസോഡൈമിയം, 16 നിയോഡൈമിയം, then promethium, samarium, europium, gadolinium, terbium, dysprosium, holmium, erbium, thulium, ytterbium and lutetium. ഇതാണ് നമ്മൾ ലാന്തനൈഡ് സീരീസ് എന്ന് പറയുന്നത്. അതിൻ്റെ സിമ്പൽ നേരെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് ഈ ഒരു പോർഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഈ ഒരു ഓർഡർ പഠിച്ച് വെക്കുക എന്നുള്ളതാണ്. അതായത് എലമെൻസിൻ്റെ ഓർഡർ. ദെൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 57 നിന്നാണ്, എൻഡ് ചെയ്യുന്നത് ലുട്ടീഷ്യം 71-ലാണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതിൻ്റെ സിമ്പിൾസ് എല്ലാം ഓർത്ത് വെക്കുക. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ ലന്താനത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ 5d1 6s2. ദെൻ സീറി ആണെന്നുണ്ടെങ്കിൽ 4f1 5d1 6s2. ദെൻ പ്രസോഡേമി ആണെന്നുണ്ടെങ്കിൽ 4f3 6s2. ഓക്കെ, ദെൻ ബാക്കി അങ്ങോട്ട് അങ്ങനെ പോയിട്ട് യൂറോപ്യത്തിന് 4f7 6s2. അതായത് എഫിൽ ഹാഫ് ഫിൽഡ് കോൺഫിഗറേഷൻ കിട്ടും. ദെൻ ഗഡോലിനിയത്തിൻ്റെ കേസിൽ ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. അതിൽ ഡിയിലും കൂടി ഒരു ഇലക്ട്രോൺ വരുന്നുണ്ട്. അപ്പോൾ 4f7 5d1 6s2. ആൻഡ് ദെൻ ടെർബിയം ഫോളോ ചെയ്യുന്നു. ദെൻ ലുട്ടീഷ്യം 4f14 5d1 6s2. ഇറ്റർബിയത്തിൻ്റെ ആണെങ്കിൽ 4f14 6s2. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ചില ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഓർത്ത് വെക്കേണ്ടത് ഒന്ന് സീറിയത്തിൻ്റെത്, ദെൻ യൂറോപ്പിയം, ഗഡോലിനിയം, ഇറ്റർബിയം, ലുട്ടീഷ്യം. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മസ്റ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. സോ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ദെൻ അതിൻ്റെ ഇൻ ബിറ്റ്വീൻ ബാക്കിയുള്ള കോൺഫിഗറേഷൻ നമ്മൾ അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ലന്താനം സീരീസ് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ചെറിയ കോഡ് പറഞ്ഞുതരാം. നമ്മളൊക്കെ പഠിക്കുന്ന ഒരു കോഡാണ്. പറയാൻ ശരിക്കൊരു മടിയുണ്ട്. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോഡ് ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളൂ, അല്ലെങ്കിൽ ജസ്റ്റ് മൈൻഡ് ചെയ്യേണ്ട, സ്കിപ്പ് ചെയ്ത് വിട്ടാൽ മതി കേട്ടോ. ലിസയും പ്രേംനസീറും പരസ്പരം സ്നേഹിച്ചു, എന്നാൽ ജീവിതത്തിൽ തോറ്റു, ഡിവോഴ്സ് ആയി ഹോ, ഇവർ തമ്മിൽ എന്തൊരു ലവ് ആയിരുന്നു. ഈ ഒരു ഇത് വെച്ചിട്ട് ഇതിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് എഴുതിയിട്ട് ഇതിലെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് എന്താ ചെയ്യുക, നമുക്ക് ഈ ഒരു സീരീസ് ഈസി ആയിട്ട് ഓർത്ത് വെക്കാം. ആക്ച്വലി എനിക്ക് ചമ്മലുണ്ട് ഈ ഒരു പറയാനായിട്ട്. എന്തായാലും എനിക്ക് യൂസ്ഫുൾ ആവും, ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറഞ്ഞത്. ഓക്കെ, ദെൻ ലന്താനം നമുക്കറിയാം 57 to ലുട്ടീഷ്യൻ 71 ആണ് ലാന്തനൈഡ്സ് എന്ന് പറയുന്നത്. ദർ നാച്ചുറലി ഒക്കറിങ് റെയർ എർത്ത് എലമെൻറ്റ്സ് ആണ്. മോസ്റ്റ് അബണ്ടൻറ്റ് സീറിയം. റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരേ ഒരു എലമെൻ്റ് ആണ് PM. ദെൻ ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നു. ലാന്തനൈഡ് കൺട്രാക്ഷൻ അതായത് ഡിക്രീസ് ഇൻ അറ്റോമിക് റേഡിയ ഓർ അയനിക് റേഡിയ ഫ്രം ലന്താനം ടു ലുട്ടീഷ്യം. ലന്താനത്തിൽ നിന്ന് ലുട്ടീഷ്യത്തിലേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അറ്റോമിക് റേഡിയയിൽ ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡിക്രീസ് കാണുന്നു. അതിനാണ് എന്തെന്ന് പറയുന്നത്, ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതെന്താണ്, ഡ്യൂ ടു ദി പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് 4f ഓർബിറ്റൽസ്. 4f ഓർബിറ്റൽസിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണമാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ കാണുന്നത്. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ലന്താനം 3+ ആണെന്നുണ്ടെങ്കിൽ 103 PM ആണ് അതിൻ്റെ അറ്റോമിക് റേഡിയ എങ്കിൽ ലുട്ടീഷ്യൻ 3+ലേക്ക് വരുന്ന സമയത്ത് 86.18 ആണ് അതിൻ്റെ അറ്റോമിക് റേഡിയ വരുന്നത്. സോ അതാണ് ലാന്തനൈഡ് കോൺട്രാക്ഷൻ. So it has a typical metallic clusters and they are good conductors of metallic structure. They are good conductors of electricity. പിന്നെ ഇതിൽ തന്നെ ഹയസ്റ്റ് മെറ്റാലിക് റേഡിയായി കാണിക്കുന്നത് യൂറോപ്പിയാണ്.
ദ നെക്സ്റ്റ് ഹയസ്റ്റ് ഇറ്റർബിയാണ്. മെറ്റാലിക് റേഡിയം ഏറ്റവും കുറവായിട്ട് കാണിക്കുന്നത് എന്താണ്? അതിൻ്റെ ലന്താനത്തിനാണ്. ഓക്കെ. ദെൻ മെനി ട്രൈവാലൻസ് ആർ കളേർഡ് ബോത്ത് ഇൻ സോളിഡ് ആൻഡ് അക്വസ് സൊല്യൂഷൻ ഡ്യൂ ടു എഫ് ഇലക്ട്രോൺസ്. ലന്താനം 3+ ആൻഡ് ലുട്ടീഷ്യൻ 3+ ഡസ് നോട്ട് ഷോ കളർ ബട്ട് റെസ്റ്റ് ഓഫ് ദി ഷോസ് കളർ. ലന്താനം 3+ലാവുന്ന സമയത്ത് എന്താണ്? ലന്താനത്തിൽ ഇലക്ട്രോൺസ് ഒന്നുമില്ല. സോ പിന്നെ ലുട്ടീഷ്യൻ 3+ ആകുന്ന സമയത്ത് എന്താണ്? 4f14 ആണ്, ഫുള്ളി ഫിൽഡ് ആണ്. സോ ട്രാൻസിഷൻസ് ഒന്നും പോസിബിൾ അല്ല. സോ അതുകൊണ്ടാണ് അത് കളേർഡ് അല്ലാത്തത്. സോ അബ്സോർപ്ഷൻ ബാൻഡ്സ് ആർ നാരോ ഡ്യൂ ടു എക്സൈറ്റേഷൻ വിത്തിൻ ദി എഫ് ലെവൽ. That's an important point. And the lanthanide ions other than F0, lanthanum 3+ and cerium 4+ and F14, ytterbium 2+ and lutetium 3+ are paramagnetic. Paramagnetism is maximum for neodymium. Cerium 4 is a good analytical reagent. Europium 2+, strong reducing agent, changing to +3 oxidation state. Ytterbium 2+ is a reductant for attaining F14 configuration, and Tb+4 is act as an oxidant due to half-filled F orbital. Then next, actinides. Actinides എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ആക്ടിനിയം മുതൽ ലോറൻഷ്യൻ വരെയുള്ള ആ ഒരു സീരീസ് ഓഫ് എലമെൻസിനെയാണ് ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. സോ ആക്ടിനത്തിൻ്റെ അറ്റോമിക് നമ്പർ 89ഉം ലോറൻഷ്യൻ 103യുമാണ്. സോ അതിൻ്റെ കറസ്പോണ്ടിങ് സിമ്പലും കൊടുത്തിട്ടുണ്ട്, ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഒരു കേസിൽ ക്യൂരിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതുപോലെ ലന്താനം പറഞ്ഞതുപോലെ ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാം എന്താണ്? ഒന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ് ആണ്. സോ ഇത് ഈ സീരീസ് ജസ്റ്റ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഉണ്ട്, അത് ഞാൻ ഷെയർ ചെയ്യാം. യൂസ്ഫുൾ ആണെങ്കിൽ യൂസ് ചെയ്യുക. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് തെക്കു നിന്നും പടിഞ്ഞാറ് നിന്നുമുള്ള യുറേനിയം, നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം അമേരിക്കൻ CMനെ ബൈക്കിൽ കയറ്റി കാലിഫോർണിയയിലെ എസ്റ്റേറ്റിലെത്തിച്ചു. FMMD നടു റോഡിൽ ലോറി കയറ്റി കൊന്നു. ഈ ഒരു ടേം, ഈ ഒരു ഷോർട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് മെമ്മറൈസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ള വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഷെയർ ചെയ്യാം. സോ എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ. ദെൻ ആക്ടിനിയം 89 ടു ലോറൻഷ്യം 107 ആണ് ആ ഒരു സീരീസ്. സോ ദി ഓൾ റേഡിയോ ആക്റ്റീവ് ആണ്. ട്രാൻസ് യുറേനിയം എലിമെൻറ്റ്സ് ആർ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ്ഡ്. ദേ ആർ അൾട്രാ ട്രേസ് റെയർ എർത്ത് മെറ്റൽസ് ഓർ എലിമെൻറ്റ്സ്. There is a greater range of oxidation state due to 5F60 and 7S levels have comparable energies. General oxidation state +3 is like that of lanthanides. They are silvery in appearance but displays variety of structures. Structural variability is due to irregularity in metallic radii. ഇതാണ് ആക്ടിനൈൻ സീരീസിലെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെപ്റ്റ്യൂണിയം, പ്ലൂട്ടോണിയം 7+7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് മെമ്മറൈസ് ചെയ്യല്ലാതും എന്താണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റും കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് വരെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി വരികയാണ്, ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറഞ്ഞു വരുന്നത്. ദെൻ ആഫ്റ്റർ ബെർക്കീലിയം എന്താണ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ. ഇനി മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ്. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് മ്യൂ ഈസ് ഈക്വൽ ടു G × √J × J+1. G ഗൈറോമാഗ്നറ്റിക് റേഷ്യോ ആണ്, അത് ദാറ്റ് ഇസ് G = 3/2 + S × S+1 - L × L+1 ഹോൾ ഡിവൈഡഡ് ബൈ 2J × J+1. അതായത് നമുക്ക് ഈ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിനെ ടേം സിമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അതിൻ്റെ ടേം സിമ്പിൾ വെച്ച് ചെയ്യുന്ന സമയത്ത് അതിന് എസും ജെയും എല്ലും നമുക്ക് കിട്ടും. ടേം സിമ്പിളിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ടേം സിമ്പിൾ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നുള്ളതും ചെയ്തിട്ടുണ്ട്. സോ അതുപോലെ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ടേം കണ്ടുപിടിച്ചതിന് ശേഷം
നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് ഈ ഒരു മ്യൂ കാൽക്കുലേറ്റ് ചെയ്യാം എന്നതാണ്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. Then some previous year questions. Separation of lanthanides by ion exchange method is based on. Correct answer is option A, size of hydrated ions. Choose the correct statement with respect to the complex forming ability of actinides. Correct answer is option C, actinides are much prone to complex formation than lanthanides. Actinium series is dash series, that is 4n+3 series. Option D is the correct answer. ഈ ഒരു എന്താണ് 4n+3 എങ്ങനെയാണ് വന്നതെന്നുള്ളത് ഞാൻ ന്യൂക്ലിയർ കെമിസ്ട്രിയുടെ വീഡിയോ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എന്നാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രീൻ്റെ ഒരു വീഡിയോ തൊട്ടടുത്ത ദിവസം അപ്ലോഡ് ചെയ്യാം. അതിൽ അത് സെർച്ച് ചെയ്താൽ മതി. Dash is the most stable oxidation state of uranium. So that is option D, +6. നമുക്കറിയാം യുറേനിയത്തിൻ്റെ 5f3 6d1 7s2 ആണ്. സോ അതിൽ നിന്ന് എന്താണ് മോസ്റ്റ് സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്ന സമയത്ത് +6 ഇലക്ട്രോൺസ് അതിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് F0 എന്നുള്ള സ്റ്റേറ്റിലേക്കും അതായിരിക്കും ഏറ്റവും സ്റ്റേബിളായിട്ടുള്ളത് ഇൻ കേസ് ഓഫ് യുറേനിയം. Dash complexes are used as NMR shift reagent. Correct answer is option B, gadolinium 3+. The next question, dash are least prone to complex formation among the following. Correct answer is option A, lanthanides. Dash has maximum value of magnetic moment at room temperature. Correct answer is option D, dy 3+. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ പറഞ്ഞ മാഗ്നറ്റിക് മൊമെൻറ്റ് കാൽക്കുലേഷൻ വെച്ചിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും കൺഫ്യൂഷൻ വരാൻ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ് ഓഫ് ലാന്തനൈഡ്സ് എക്സിബിറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, യൂറോപ്പിയം ആൻഡ് സമേറിയം. ഇത് ഈ ഒരു കേസിൽ എന്താണ്, കുറച്ച് എലമെൻറ്റ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്ന എലമെൻറ്റ്സ്, അതായത് ലാന്തനൈഡ്സ് ഏതൊക്കെയാണെന്ന് തൊട്ടടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വിച്ച് among the lanthanides does not occur in nature? Correct answer is option B, Pm, promethium. Then which among the following lanthanide ion is colorless? Option C, gadolinium 3+. നമുക്കറിയാം ഗഡോലിനിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 4f7 5d1 6s2. അതിൽ നിന്ന് +3 ഇലക്ട്രോൺസ് റിമൂവ് ആയി കഴിഞ്ഞാൽ 4f7 ആണ്, ഹാഫ് ഫിൽഡ് ആണ്. സോ ട്രാൻസിഷൻ പോസിബിൾ അല്ല. സോ അതാണ് കളർലെസ്. Yellow color of cerium +4 ion is due to. Correct answer is option D, ligand to metal charge transfer. Cerium +4 ആകുന്ന സമയത്ത് F0 കോൺഫിഗറേഷനിലാണ് നിൽക്കുന്നത്. സോ അവിടെ കളറിന് പോസിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ligand to metal charge transfer ആണ്. The intense color of uranyl ion UO2 2+ in solution is due to LMCT, ligand to metal charge transfer. Mish metal is a mixture of. Correct answer is option C, cerium, promethium, lanthanum and neodymium. Which among the following lanthanide ions show spin only magnetic moment? Correct answer is option A, cerium 4+, gadolinium 3+, and lutetium 3+. ഈ കേസിലെല്ലാം എന്താണ്? ഒന്നിൽ F0 ആണ്, സെക്കൻഡ് കേസിൽ F7 ആണ്, തേർഡ് കേസിൽ F14 ആണ്. The most effective method of separation and purification of lanthanide is by ion exchange method. Ion exchange methodൽ ഒരു കോളം സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കോളത്തിൽ അയൺ എക്സ്ചേഞ്ച് കോളം ഉണ്ടാവും. ആ കോളത്തിലൂടെ നമ്മൾ ലാന്തനൈഡ് സെപ്പറേറ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻ പാസ് ചെയ്യുന്ന ടോപ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് എന്താണ്, ലുട്ടീഷ്യം 3+ എന്താണ് ഫസ്റ്റ് എല്യൂട്ട് ചെയ്യും. അതായത് ലന്താനത്തിന് എന്താണ് അയൺ എക്സ്ചേഞ്ച് റെസിനുമായിട്ട് ബൈൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. ലുട്ടീഷ്യം 3+ന് കുറവായിരിക്കും. സോ ലന്താനം 3+ അയൺ എക്സ്ചേഞ്ച് റെസിനുമായിട്ട്
ബൈൻഡ് ചെയ്യും. ദെൻ ലുട്ടീഷ്യൻ 3+ എന്തുമായിട്ടാണ് അതിലുള്ള എലുവൻറ്റ്, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സോൾവെൻറ്റിന് ആയിട്ടുള്ള ബൈൻഡിങ് ടെൻഡൻസി ആയിരിക്കും കൂടുതൽ. അതായത് EDT ആണ് നമ്മൾ സാധാരണ EDT ഓർ ടാർട്രേറ്റ് ആണ് യൂസ് ചെയ്യുന്നത് എലുവൻ്റ് ആയിട്ട്. അതുമായിട്ടുള്ള ബൈൻഡിങ് കപ്പാസിറ്റി ആയിരിക്കും കൂടുതൽ. സോ എലുവൻറ്റിൻ്റെ കൂടെ പോരുന്നത് ലുട്ടീഷ്യൻ 3+ ആയിരിക്കും, അതായത് ഏറ്റവും സൈസ് കുറഞ്ഞത് ആൾ. സോ അതായിരിക്കും ആദ്യം സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. Then next question, +2 oxidation state among the lanthanides are shown by. Correct answer is option C, Europium and Ytterbium. അതായത് ലാന്തനൈഡ്സിലെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്നാൽ സമ്മേറിയം, യൂറോപ്പിയം, തൂലിയം, ഇറ്റർബിയം എന്ന് പറഞ്ഞിട്ടുള്ള 4 എലമെൻറ്റ്സ് അതിനെന്തുണ്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. Which among the following is not a super heavy element? Correct answer is option C, NO102. Which of the following trivalent lanthanide ion is diamagnetic? That is option A is the correct answer. The pair of lanthanide having the highest third ionization enthalpy is. Correct answer is option D, Europium and Ytterbium. യൂറോപ്പിയത്തിൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം 4f7 5d0 6s2. സോ 2 ഇലക്ട്രോൺസ് ഈസിലി പോവാം. സോ തേർഡ് ഒരു ഇലക്ട്രോൺ പോകണമെന്നുണ്ടെങ്കിൽ ഹാഫ് ഫിൽഡ് ആയിട്ടുള്ളൊരു ഓർബിറ്റിൽ നിന്ന് വേണം പോകാൻ. സോ അതിന് ഹയസ്റ്റ് അയനൈസേഷൻ എന്താൽപ്പി ഉണ്ടായിരിക്കും. ദെൻ നെക്സ്റ്റ് കേസ് ഇറ്റർബിയം ആണെന്നുണ്ടെങ്കിൽ 4f14 5d0 6s2 ആണ്. സോ തേർഡ് 4f14 ആകുന്ന സമയത്ത് ഫുള്ളി ഫിൽഡ് ആണ്. സോ +3 വരാൻ ഇറ്റ്സ് ഡിഫിക്കൽട്ട്. സോ ഹയർ എനർജി ഈസ് നീഡഡ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ D. Then thanks for watching. Please like, share, comment and subscribe.